അല്ലെന്നോ നിങ്ങളെന്താ പണ്ടെടുത്തരത്ത്? പിന്നെ പണ്ടം മുതലൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് അണിഞ്ഞൊരുങ്ങിയിട്ട് ഇവിടെ ഇങ്ങനെ കുത്തിരുന്നിട്ട് എന്ത് കാര്യ? അതാ ബാങ്കിൽ ഇരിക്കുകയാണെങ്കിൽ അവിടെ ഇരിക്കും. ഇവിടെ ചെയ്യുമ്പോ പല കള്ളന്മാര് വന്ന് കട്ടുണ്ടായി എന്ത് ചെയ്യും? പേടിക്കുമ്പോ അതൊന്നല്ല പറഞ്ഞു തരുന്ന കേട്ടാ. 10 ദിവസം അതിന്റെ ഉള്ളിലുണ്ട് എടുത്തു തരാന്ന്. ചിരി കണ്ട ഇവിടെ ഒരു ആവശ്യത്തിനല്ലേ ഇതൊക്കെ വെക്ക. ഇതൊക്കെ നമുക്ക് ഇങ്ങനെ വെക്കാം. കാത്തിരുന്നോ? 40 പവനാ വന്നത്. ഇവിടെ എന്താപ്പുള്ളത്? ഈ വളി മാലി അവാത്സരം മാത്രം. ഈ വീടുണ്ടാക്കാനൊക്കെ കയ്യിൽ കുറേശ്ശെ എടുത്തതിന് ഇപ്പൊ എന്താ ചെയ്യണത്? അങ്ങോട്ടും കൂടി കിടന്നിറങ്ങാനുള്ള തലയാണല്ലോ. നിങ്ങള് എന്റെ 2 ലക്ഷം റുപ്യ എന്തിയെ? അതൊക്കെ ഞാൻ തിന്ന്, അല്ലാതെ ഞാൻ അങ്ങനെ തിന്ന. ഇത് ഓരോ ആവശ്യത്തിന് ചെലവാക്കി തന്നെയാണ്. ആ സുൽത്താത്താന്റെ കോഴിക്കുട്ടീനെ അതാ പൂച്ചെടുത്തോണ്ട് പോകണട്ടാ. ഇനിയിപ്പൊ അടുത്ത എന്റെ കോഴിക്കുട്ടിനെ കണ്ടോ, എന്റെ കോഴിക്കുട്ടിനെ കണ്ടോ വെച്ചിട്ട് ഒരു തൊഴിലുണ്ടായി. എന്താണ് അവിടെ? ഇവിടെ എന്താണ് കയ്യില്? എന്തത്? കൃഷ്ണ എന്നോടാണ് സ്നേഹം. എന്റെ കുട്ടിയാണ്. എന്റെ തള്ളക്ക് എന്തൊരു അസൂയടാ. ഫോട്ടോ എടുക്കും. അപ്പൊ വാങ്ങി ഫോൺ ഇങ്ങനെ ഏത് നേരം നോക്കിയിരുന്നിട്ട് കണ്ണ് കേടുവരുത്തിക്കാളാട്ടാ. അങ്ങനെ വന്നോട്ടെ. ആയിക്കോട്ടെ. അതെ, പുതിയ ഗെയിം ഇങ്ങനെ എപ്പോഴും കയറ്റിയാലേ പിന്നെ ഈ അതന്നെ കളിച്ചോണ്ടിരിക്കുള്ളൂ. നമുക്ക് ഇവിടെ പഠിക്കാനൊക്കെ ഉള്ളതാണ്. ജാതി ഉപ്പാന്റെ മടിയിലിരിക്കുന്ന ടിച്ചേ കനാടാ കനം വെച്ചിട്ടിരിക്കുന്നു. കല്യാണായില്ലേ? ഇനിയിപ്പോ എന്തിനാണ് കളിക്കുന്നത്? കല്യാണം കഴിക്കാനായ ചെക്കന്മാർ കളിക്കുന്നത്. എന്താ ഈ കുളിച്ചിട്ട് വലിയ കുട്ടികളായില്ലേ? ഇനി തന്നെ കുളിക്കണം. ഉമ്മാനോട് കുളിപ്പിച്ചു തരാൻ പറയുന്നത്. കുളിപ്പിച്ചു തരാൻ പറയുമ്പോട് ചെല്ലി. ഇതിനുള്ളിലത്തെ പണി ഒഴിഞ്ഞിട്ട് ഒരു നേരണ്ടാവില്ല. പിന്നെ എപ്പൊ കുളിപ്പിക്കാൻ നിക്ക? സ്ഥലം വരെ പോവാണ്ട്. എങ്ങട്ടാ പോണത്? നെസ്റ്റോക്കാ? ഞാൻ എന്റെ കുളി കഴിഞ്ഞിട്ടില്ല. എന്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം പോവാ. ഇപ്പി കൂടി പോണ്. വേണ്ട വേണ്ട, ഞാൻ ഒറ്റക്ക്, ഞാൻ കൂടെ നിങ്ങൾ രണ്ടാളും ഒറ്റക്ക് പോയാൽ ശരിയാവില്ല. എല്ലാത്ത സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരും. ഉള്ള സാധനം കൊന്നും വയ്യ. പോയി പണി നോക്ക്. എന്താണ്? എന്താ ഉമ്മ കുളിപ്പിച്ചു തരാത്ത? എടാ, ഈ വലിയ കുട്ടിയായില്ലേ? കല്യാണം കഴിക്കാനായ പ്രായമായില്ലടാ. അപ്പൊ തന്നെ കുളിക്കാൻ പറ്റില്ലേ? ഈ ഇപ്പൊ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്? 5. ഒപ്പം പഠിക്കണ കുട്ടികൾ കേട്ടിട്ടുണ്ടെങ്കിൽ കളിയാക്കൂലേ? ഉമ്മയാണ് എപ്പോഴും കുളിപ്പിച്ചു തരുന്നെന്ന് പറഞ്ഞാല്. നല്ല വൃത്തിയായിട്ട് കുളിക്കാൻ പഠിക്കണം. ഉമ്മ കുളിപ്പിച്ചു തരുമ്പോ അതൊക്കെ പഠിക്കണ്ടേ? എങ്ങനെയാണ് കുളിക്കുക എന്നൊക്കെ. തന്നെ കുളിക്കാൻ പറ്റൂല? നെക്സ്റ്റ് പോണ്ടേ?
എന്നാ തന്നെ കുളിക്കുക, ഓക്കെ തന്നെ കുളിച്ച് പഠിക്കുക, നല്ല വൃത്തിയായി കുളിക്കണം കേട്ടാ. ഓക്കെ ഓക്കെ ചിക്കൻ ഉമ്മ വന്നിട്ട് പാടാ. ആ ശരി. മുന്താസേ, മുന്താസ്, എന്റെ മോന്തായ ഒന്നുകൂടി കൊണ്ടാ, ഒരു കാര്യം പറയട്ടെ. എന്താണിത്? അവിടെ 100 കൂട്ടം പണ്ടടയിലാണ് വന്നിട്ട്. എന്താണ് 100 കൂട്ടം പണി എന്താ ഉള്ളത് അവിടെ? ഒരു പണിയില്ലല്ലോ. പിന്നെ കുട്ടി ഏത് നേരത്തും എന്റെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഉമ്മ കുളിപ്പിച്ചെന്നില്ല, കുറ്റം പറയല്ല, ഉമ്മ കുളിപ്പിച്ചെന്നില്ല, ഉമ്മാക്ക് സ്നേഹമില്ല, എന്നെ ചീത്ത അറിയാണ് എപ്പോഴും ഒക്കെ. അവൻ ചെറിയ കുട്ടിയല്ലേ. അതിന് ഓനിക്ക് അതിന് എപ്പോഴും എന്നോട് സ്നേഹം. നിങ്ങളൊക്കെ എല്ലാ സ്നേഹവും ചെറുപ്പം വറ്റിച്ചെടുത്തിക്കണം. സ്നേഹം മൊത്തം എന്നോടാണ്. എന്നോട് സ്നേഹമില്ല കുട്ടിക്ക്. ഞാൻ ഈ 2-3 മാസം നാട്ടിൽ വന്ന് നിൽക്കുമ്പോഴല്ലേ കുട്ടികളെ സ്നേഹിക്കാതെ എങ്ങനെ? ഏത് നേരത്തും അവരെ ഇങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കരുത്. അപ്പൊ ഒന്ന് കുളിപ്പിച്ചു കൊടുക്കണം. എങ്ങനെയാണ് കുളിക്കുക, വൃത്തിയിൽ കുളിക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഇതൊന്നും അറിയാതെ കുട്ടി വന്നിട്ട് ഒന്ന് കുളിപ്പിച്ചേരെന്ന് പറയുമ്പോൾ അതിന്റെ തലയിൽ കയറും. വന്നതിന് ശേഷമാണ് ഇതൊക്കെ. ഇതുവരെ എനിക്ക് ഒരു പരാതി ഉണ്ടായില്ല, പരിപാടി ഒന്നും ഉണ്ടായിട്ടില്ല. ആ കുട്ടി നല്ല പോലെ ഉണ്ടായിരുന്നു. നിങ്ങൾ ഇങ്ങോട്ട് വന്ന അപ്പ തൊട്ട് തുടങ്ങി ഞാൻ അവനിക്ക് ശത്രു. നിങ്ങളാണല്ലോ ശത്രു ആവണതല്ല, നമ്മൾ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കണം, മനസ്സിലാക്കണം. പിന്നെ അവരോട് പെരുമാറുന്നതിന് ഒരു രീതി ഉണ്ട്. അതൊരു ചെറിയ ചള്ളു മനസ്സല്ലേ. അപ്പൊ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ പെരുമാറാൻ. ഈ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് അപ്പം അങ്ങോട്ട് ചീത്ത പറയും, ഉറക്കം വച്ചിട്ടിട്ട് ഇതാക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് അവരുടേതായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അവരുടെ മനസ്സ് വേറൊരു തരത്തിലേക്ക് വൈഡായി പോകും. അങ്ങനെ ചെയ്യാതിരിക്കണം, മനസ്സിലായോ? ഈ ആവശ്യമില്ലാതെ ചീത്ത പറയുക. ഒരു കാര്യം കുട്ടീനെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ അടുത്ത തവണ അവനെ കൊണ്ട് അത് തനിയെ ചെയ്യാനുള്ള ഒരവസരത്തിലേക്ക്, പ്രാപ്തിയിലേക്ക് എത്തിപ്പിക്കണം. അത് നമ്മൾ വളരെ സോഫ്റ്റായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അത് കുളിയാവട്ടെ, ഭക്ഷണം കഴിക്കലാവട്ടെ. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഈ ഭക്ഷണമൊക്കെ അവിടെ ഇവിടെയും വെതറുക, അതൊന്നും ചെയ്യാതെ വൃത്തിയിൽ എങ്ങനെ കഴിക്കണം, എങ്ങനെ കൈ കഴുകണം, ഇതൊക്കെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. എങ്ങനെ പഠിക്കണം, എപ്പോൾ എഴുന്നേൽക്കണം, ഇതൊക്കെ. അല്ലാതെ ഏത് നേരത്തെ ഒരു ഫോണും കൊടുത്തിട്ട് ആ കുറച്ചു നേരം സ്വൈരക്കേട് മാറാൻ വേണ്ടി ഫോൺ കൊടുത്ത് അപ്പുറത്ത് പോയിക്കോന്ന് പറയലല്ല. അതൊക്കെ ഞാൻ പറയാതെ തന്നെ നമുക്ക് മനസ്സിലാക്കിക്കൂടെ. പിന്നെ ഞാൻ എപ്പോഴെങ്കിലും 2 മാസം 3 മാസം ലീവിന് വരുമ്പോൾ അവരോട് സ്നേഹത്തിലല്ലാതെ പിന്നെ ഞാൻ എങ്ങനെ പെരുമാറുക? അത് എന്നോട് ശത്രുത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓവർ സ്നേഹം കാണിക്കുക, അങ്ങനെയൊന്നും അല്ലല്ലോ. എന്താണ് ഇതൊന്നും മനസ്സിലാക്കാത്തത്? അപ്പൊ അവൻ തന്നെ പോയി കുളിക്കാൻ പോയിട്ടുണ്ട്. ഇനി അവൻ തന്നെ കുളിച്ചാന്ന് വൃത്തിയാവോ? ഒന്ന് പോയിട്ട് കുളിപ്പിച്ചേ. പോയി നോക്ക് മോനെ. വല്ലാത്തൊരവസ്ഥ.